تسوي فيديو؟ ايوه سوي فيديو انترفيو هنا. شوف مايك. ايش هذا المايك هذا؟ ايوه صباح الخير. أيوة. كيف حالك؟ كيف رمضان؟ مية مية. الحمد لله. الحمد لله أيوة. تمام. كيف شغل؟ والله شغل نص نص. ليش نص نص؟ ما في 100 شغل 100 نص لازم نص. شغل. مية رمضان مية ما في؟ لا ما في. ليه؟ انت عامل ايه النهارده؟ ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാല് രാവിലെ മലിക് അബ്ദുള്ള ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങി കൊണ്ടിരണം. 8 മണിക്ക് പോകാൻ പറയണം. ഇപ്പൊ 8:50 പോയി ഒക്കെ ഏതായാലും എണീക്കാൻ നേരം പിടിക്കും. 2 മണിക്കൊക്കെ ഉറങ്ങണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവിടെ എന്തൊക്കോ കെണി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇനി ഇവിടെ എന്താ, ഇവിടെ കീറുള്ള പരിപാടിയാ? അസ്തഗ്ഫിറുല്ലാഹ്. ഓരോ സ്ഥലത്ത് തുടങ്ങി ഓരോ ഈ റോഡേക്കാരം കീറണേ. നമ്മള് കുഴങ്ങിട്ടോ പുറത്തിറങ്ങി അവിടെ കൊക്കിയേറ്റ് കെണിയേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് മറ്റേ ബയ്യാറിന്റെ മറ്റെന്തൊക്കെ പരിപാടികളാണ്. ഇതുകൊണ്ട് മനസ്സിൽ കുഴങ്ങിന് തീരാത്തൊരു പണി. കാലം കുറെ 2 കൊല്ലമൊക്കെ അതിന്റെ ഈ റോഡ് തുടങ്ങിയിട്ട് ഇത് തീർന്നില്ല, ഇപ്പോഴും തീർന്നില്ല. ഇത് നടു കീറലോ, കുറെ അവിടെ കീറലോ, കുറെ ഇവിടെ കീറലും, കീറിയോടെ തന്നെ വിഞ്ഞ് കീറലോ, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നം. റോഡ് പണി നമ്മളെ നാട്ടിലത്തൊക്കെ മേരിക്കന്നെ. പക്ഷെ ഇവിടെ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കാ. അതേമാതിരിക്ക് റോഡും ക്ലിയർ ആക്കും താറ് ചെയ്താണ്ട്. അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ട്. എന്തായാലും നമുക്ക് കേണിയാണ്. കാരണം എന്താ വെച്ചാൽ ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ആവും. ഒരു 15 ദിവസമൊക്കെ ഉണ്ടാവും ഒരു ഭാഗത്തുള്ള വർക്ക്, 20 ദിവസമൊക്കെ. അപ്പൊ അത് പെട്ടെന്ന് ആക്കാനുള്ള പരിപാടിയാണ്. രാവിലെ വേറെ വണ്ടി പോലെ ആകെ സ്വീപ്പാ. റോഡ് സൈഡിന് റൂം വേണ്ട, ഭയങ്കര സൗണ്ട് അടിച്ചോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ട്. ഇനിയിപ്പോ ഉറക്കം കണക്കന്നെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. റോഡൊക്കെ ഭയങ്കര ബ്ലോക്കും ഒക്കെ ആവാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ റോഡ് പണി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ മെയിന് ജിദ്ദ ടവർക്കുള്ള റോഡാണ്ട്. ഇതൊക്കെ ഫുൾ ഈ ഭാഗം മൊത്തം ക്ലിയർ ആക്കുക കേട്ടോ. അങ്ങനത്തെ പരിപാടി വിഷയം അതിന്റെ പണി കഴിയുമ്പോഴത്തേന് ഇവിടെ മൊത്തം സെറ്റ് ആക്കുക. വിഷൻ 2030 എല്ലാ പരിപാടി പുതിയ ഏരിയയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അത് ക്ലിയർ ആവും 2030 ആവുമ്പോഴത്തേന് എല്ലാ പണികളും കഴിയും. ഫുൾ സെറ്റ് ചെയ്യാറ്. സൈഡ് പാർക്കായിട്ട് പറ്റിയതായിട്ട് വർഷതായിട്ടും ഒക്കെ ഫുൾ അടിപൊളി ഏരിയ ആവും. ജിദ്ദ അങ്ങോട്ട് മാറും. ന്യൂ ജിദ്ദ ആവും ഇവിടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പഴയ ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് ഒഴിവാക്കുന്നുണ്ട്. പുതിയ സെറ്റ് ബിൽഡിംഗ് മാത്രം ഉണ്ടാവുള്ളൂ. ഒരുപാട് സംഭവങ്ങൾ, കടകളും ഷോപ്പിംഗ് മാളും മറ്റും മറിച്ചൊക്കെ ആയിട്ട് ഈ ഊറിൽ തന്നെ വരുന്നുണ്ട്. ഊറ് തകർക്കും കുറച്ച് കഴിഞ്ഞ്. ഒരു 5 കൊല്ലം കൂടി സൗദി നിൽക്കുന്നവർക്ക് സൗദിന്റെ മുഖച്ഛായ തന്നെ മാറും. 5 കൊല്ലം കഴിയുമ്പോ സൗദി വേറെ ലെവലിലേക്ക് എത്തും. അത് ഉറപ്പാ. അതൊരു മാറ്റമല്ല. വേൾഡ് കപ്പിന്റെ കളി ഇവിടെ വരുന്നോണ്ട് തന്നെ ഭയങ്കര സെറ്റപ്പ് ആയിട്ട്. ജിദ്ദ മാറ്റം എന്ന് പറഞ്ഞാൽ ജിദ്ദ നമ്മളെ ഏരിയ കാരണം വളരെ സെറ്റപ്പ് ആയിട്ട് മാറുക. കാരണം ഈ ഭാഗത്താണ് എല്ലാ പരിപാടിയും, ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടേക്ക് തന്നെ ആയിട്ടാണ്. നമ്മള് ഹോസ്പിറ്റലിന്റെ അടുത്തെത്തിയതാണ്. ഹോസ്പിറ്റല് ഉള്ളിൽ കയറുമായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല. അമ്പ് കണ്ടില്ല. ഉടായ്പൊക്കെ ആയിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഉച്ചയ്ക്ക് ശേഷം നമ്മളെ കുടുംബക്കാരുടെ അടുത്ത് പോകും. വിസിറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഓലെ അടുത്തൊക്കെ ഒന്ന് പോയി നേരെ ഷറാഹിറമുള്ള സിറ്റി മാക്സ് പോയി ഒരു ടീഷർട്ടൊക്കെ എടുക്കാമെന്ന് പ്രതീക്ഷിച്ച്, ഒരു പാൻറ്റൊക്കെ എടുക്കാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പാൻറ്റ് ഒക്കെ ഓഫർ, നല്ല ഓഫറാണ്. നമ്മളൊന്നൊരു ടീഷർട്ട് കൊടുത്ത് പോകുന്നത്. നേരെ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം മസറിന് ശേഷം 4 മണിയായി നമ്മളെ പരിപാടി. നമ്മൾ ഉച്ചക്ക് 2 മണിക്ക് പോയാണ് കുടുംബക്കാരുടെ അടുത്തേക്ക്. മസറിന് ശേഷം 4 മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് സിറ്റി മാക്സ് പോയി ടീഷർട്ട് കൊടുത്തപ്പോൾ ഒരു 5 മണി ആവാനായപ്പോൾ ഇതിന് റൂമൊക്കെ എത്തി.
കഴിഞ്ഞ് 6 മണിയാകുമ്പോഴത്തേന് നമുക്ക് നമ്മളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പറക്കാൻ പോകാനായി. നമ്മളെ രാവിലത്തെ പരിപാടികൾ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമളാനായി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള കുറേ പരിപാടികളാണ്. പക്ഷെ കൂടുതലായിട്ട് ഡ്യൂട്ടിയൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നോമ്പിന് പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ കൃഷിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. തക്കാളിയൊക്കെ പഴുത്തിട്ടൊന്നുമില്ല, പഴുക്കാനിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഴുക്കട്ടെ, പഴുക്കുമ്പോൾ തന്നെ ആരെ പറിച്ചുകൊണ്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാവും. ചീര ഉണ്ട്. പിന്നെ നമ്മൾ നേരെ നോമ്പെടുക്കാൻ പോയിട്ടോ. നോമ്പ് തുറക്കുന്നിടത്ത് ഭയങ്കര യുദ്ധീകാരം. ഇങ്ങനെയൊക്കെ ഓരോ അലമ്പ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കാക്കക്കൂട്ടൊരു കല്ലിട്ടിരിക്കുകയാണ്. ആകെ ബത്തിറുല്ലുദ്ധീകാരം. ഒന്ന് ആരെന്തെങ്കിലും ഒന്ന് കൊടുന്നു കഴിഞ്ഞാൽ ഒക്കെ പാകിസ്ഥാനികളും മറ്റേ ബംഗാളികളും ഓൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ യുദ്ധം നടത്തും. യുദ്ധം അങ്ങനെ എല്ലാ സാധനം ചോറ്, ചാറ്, മറ്റേ ചപ്പാത്തി, എന്താണ് കുബൂസ്, എല്ലാ മട്ടക്കടയുണ്ട്. എന്നാലും ഓൾക്ക് തയ്യില്ല. അങ്ങനെയൊക്കെയാണ് നോമ്പെന്ന് പറഞ്ഞ്. تسوي فيديو؟ ايوه سوي فيديو انترفيو هنا. شوف مايك. ايش هذا المايك هذا؟ أيوة. صباح الخير، أيوة. كيف حالك؟ كيف رمضان؟ 100. الحمد لله. الحمد لله تمام. كيف شوي؟ والله شغل نص نص. ليش نص نص؟ ما في 100 شغل لازم نص. تدخل. مية مية ما في؟ لا ما 100 ما في. ليه؟ انت عامل ايه النهارده؟ ايه المايك الحلو ده؟ أول حركات. سوي يوتيوب. تسوي توب. ايوه شوف. انت قرقر على طول؟ ولا فين ما في فين شغل. مشوار؟ اه متى ارجع؟ ما في معلوم. ما ما يرجع متى ما في معلوم. دائما كذا يجي متى يجي؟ ايوه سلا ليش ما اشوف فيديو؟ خايف؟ حركات. دائما كذا انت عندك فلوس ولا ما في فلوس؟ فين؟ قولوا. ما في هذه؟ فلوس؟ هذا؟ ما في فلوس دحين عشان انت تسوي توب. لسه بدل لسه بدل ان لسه شاء الله واتي راتب قليل عشان اسوي يوتيوب. ابدا. നമ്മളെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പുറത്ത് പോയപ്പം കണ്ട് ഇവിടെ എന്തോ കുഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മാന്തി വലിയൊരു ഗുഹ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പഴയ ഗ്രൗണ്ടാണ്. ഇതൊക്കെ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം.